ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ തക്കോണം ത്രിയേക ദൈവം നൽകിത്തന്ന ഈ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവവചനത്തിൽ കൂടെ ധ്യാനിപ്പാൻ തക്കോണം ഇടയായി തീരുന്നുണ്ടല്ലോ. 53 സംവത്സരങ്ങൾ ദൈവം നമ്മളെ നടത്തിയതായിട്ടുള്ള ആ വിധങ്ങൾ നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ ഓർക്കുവാൻ നമുക്ക് ഇടയായി തീർന്നല്ലോ. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മളും ചേർന്ന് ഈ കഴിഞ്ഞ നാളുകളൊക്കെയും പ്രവർത്തിപ്പാൻ തക്കോണം ഇടയായി തീർന്നല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഇന്ന് ഏവൻഗേലിയോനായി വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ഏവൻഗേലിയോനായി വായിച്ചു കേട്ടത്. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സസ് 1-12. അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് വായിക്കാൻ താല്പര്യപ്പെടുന്നു. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈരണ്ടായി അയച്ച് അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. ആരാധനയിൽ നിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീരുന്നുണ്ടല്ലോ. വചന ശുശ്രൂഷയിൽ ഞങ്ങളായിരിക്കുമ്പോൾ പ്രിയ കർത്താവേ, നീ ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കണമേ. നീ ഞങ്ങൾ ഓരോരുത്തരോടും ഇടപെടണമേ. നിൻ്റെ ശബ്ദം കേൾക്കുവാൻ, നിൻ്റെ ആലോചനകൾ മനസ്സിലാക്കുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോഴും ആ ദൗത്യം എങ്ങനെ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ ഇടയാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഏർണസ്റ്റ് ഷാക്കിൾട്ടൺ എന്ന് പറയുന്ന ആളിനെ ഒരു പക്ഷെങ്കിൽ എല്ലാവർക്കും പരിചയമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അദ്ദേഹം ഒരു അന്റാർട്ടിക്കിൽ 3 പ്രാവശ്യം എക്സ്പെഡിഷൻ നടത്തിയതായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം അത്തരത്തിൽ എക്സ്പെഡിഷന് വേണ്ടിയിട്ട് പോകുന്നതായിട്ടുള്ള സമയത്ത് പത്രത്തിൻ്റെ അകത്ത് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള കുറച്ച് പേരെ ക്ഷണിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ കുറച്ച് പേരെയും കൂടെ ആവശ്യമുള്ളതുകൊണ്ട് അത്തരത്തിലൊരു ആഡ് പത്രത്തിൻ്റെ അകത്ത് കൊടുക്കുകയുണ്ടായി. ആ ആഡ് കൊടുത്തപ്പോൾ ഇപ്രകാരമാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത്: മെൻ വാണ്ടഡ് ഫോർ ഹസാർഡസ് ജേർണി, സ്മോൾ വേജസ്, ബിറ്റർ കോൾഡ്, ലോങ് മന്ത്സ് ഓഫ് കംപ്ലീറ്റ് ഡാർക്ക്നെസ്, കോൺസ്റ്റന്റ് ഡേഞ്ചർ, സേഫ് റിട്ടേൺ ഡൗട്ട്ഫുൾ, ഓണർ ആൻഡ് റെക്കഗ്നിഷൻ ഇൻ കേസ് ഓഫ് സക്സസ്. ഈ ഒരു പക്ഷെങ്കിൽ ആഡ് നമ്മൾ കാണുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമുക്ക് തോന്നാനായിട്ട് സാധ്യതയുണ്ട് ആളുകൾ തീർത്തും ആരും തന്നെ അങ്ങോട്ട് എത്തിക്കാണത്തില്ല എന്ന്. വളരെ പ്രയാസമേറിയതായിട്ടുള്ള ഒരു യാത്രയാകുന്നു. ഏറെ നാളുകൾ ഒരു പക്ഷെങ്കിൽ അന്ധകാരത്തിൻ്റെ ഒരു അനുഭവത്തിലായിരിക്കും. എപ്പോഴും മുൻപിൽ ഒരു അപകടം ഉള്ളതായിട്ടുള്ള അനുഭവങ്ങൾ കാണും. അതോടൊപ്പം തന്നെ സുരക്ഷിതമായി തിരിച്ചു വരും എന്നതിന് യാതൊരു ഉറപ്പുമില്ല. വന്നാൽ ഒരു പക്ഷെങ്കിൽ അവിടെ എത്താനായിട്ട് സാധ്യമായി തീർന്നെങ്കിൽ, അവിടെ ചെയ്യാൻ സാധിച്ചതായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചെന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ അതിനുള്ള ആദരവ് ഒരു പക്ഷെങ്കിൽ ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. ഇത്തരത്തിലെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആഡ് ഒരു പക്ഷെങ്കിൽ വരുമ്പോൾ സാധാരണ നമ്മൾ കരുതും ആരും തന്നെ അതിനോട് പ്രതികരിക്കത്തില്ല എന്ന്. എന്നാൽ ഒറ്റനേക ആളുകൾ ഈ ഒരു ആഡിനോട് പ്രതികരിച്ചു എന്നാണ് വായിക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ദ മിഷൻ വാസ് ക്ലിയർ. എന്താണ് പോകുന്നതിൻ്റെ ഉദ്ദേശം, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. എന്താണ് ഇതിന് കൊടുക്കേണ്ടതായിട്ടുള്ള വില, അതുകൊണ്ട് തന്നെ ഈ വില ഇത്രത്തോളം കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ വേണ്ടാത്തതായിട്ടുള്ള ആളുകൾ ഒന്നും തന്നെ വരത്തില്ല. ഇത്രത്തോളം പ്രയാസമേറിയ യാത്രയാണല്ലോ, ഇത്രത്തോളം പ്രയാസമേറിയ ജേർണിയാണല്ലോ. അതുകൊണ്ട് അതിന് കഴിവും പ്രാപ്തിയും ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ശുശ്രൂഷയിലേക്ക് വന്ന് ചേരത്തുള്ളൂ. ഒരു പക്ഷെങ്കിൽ ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ അനുഭവം അത് നമ്മൾ എടുത്തു നോക്കുമ്പോഴും കർത്താവ് ഒരാൾ തന്നെ അനുഗമിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴും കർത്താവ് പറയുന്നുണ്ട്, ദിസ് ഈസ് നോട്ട് ഈസി ജേർണി. ഇത് ഒരു വളരെ എളുപ്പത്തിലുള്ള ഒരു യാത്രയല്ല ക്രിസ്തീയ ജീവിതം, അല്ലെ എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പത്തിലുള്ള ഒരു യാത്രയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ഉടനീളം പറയുകയാണ്. ഇന്ന് സഭ മിഷൻ സൺഡേ ആയിട്ട് ആചരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ഈ ഭൂമിയിൽ സഭയായിട്ട്, വ്യക്തികളായിട്ട്, ഇടവകകളായിട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെയും നമുക്ക് ചെയ്യാനായിട്ട് ഇടയായി തീരുകയും അതോടൊപ്പം തന്നെ മുൻപോട്ടുള്ള ജീവിത യാത്രയിലും
നമ്മൾ ഈ ശുശ്രൂഷകൾ തുടരുവാൻ വേണ്ടിയിട്ട് വീണ്ടും എങ്ങനെ നമ്മൾ ഇതിനെ കാണണം എന്ന് വീണ്ടും ഒന്ന് ഓർക്കുവാൻ വേണ്ടിയിട്ട് സഭ ഈ ദിവസത്തെ വേർതിരിച്ചിരിക്കുകയാണ്. സഭ ഈ ദിവസത്തെ വ്യത്യസ്ത ഇടങ്ങളിൽ നടക്കുന്ന മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് ഒന്ന് പ്രാർത്ഥിപ്പാൻ വേണ്ടിയിട്ടും ഈ ദിവസത്തെ വേർതിരിച്ചിരിക്കുകയാണ്. ഇന്ന് സഭയായിട്ട് നൽകിയിരിക്കുന്ന തീം മിഷൻ സൺഡേ, പാർട്ടിസിപ്പേഷൻ ഇൻ ഡിവൈൻ മിഷൻ, ദൈവിക ദൗത്യത്തിൽ പങ്ക് ചേരൽ. മിഷൻ സൺഡേ, പാർട്ടിസിപ്പേഷൻ ഇൻ ഡിവൈൻ മിഷൻ. ഇന്ന് നമ്മൾ വായിച്ചതായിട്ടുള്ള ഈ ഒരു വേദഭാഗം, നമ്മൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പെട്ടെന്ന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ 9-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. അവിടെ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, താൻ ആരാകുന്നു? ഹൂ ഡു ദേ തിങ്ക് ദാറ്റ് ജീസസ് ഇസ്? താൻ ആരാകുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് എന്താണ് തോന്നുന്നത്, അവർ എന്താണ് അഭിപ്രായപ്പെടുന്നത് എന്ന് 9-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കോണം സാധ്യമായി തീരുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യത്തിൽ കർത്താവിൻ്റെ മരുരൂപ മലയിലുള്ള ആ ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. ദ ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ജീസസ്. 9-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ അവിടെ കർത്താവ് താൻ എങ്ങനെയാകുന്നു പീഡാനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടത്, തൻ്റെ മരണം എങ്ങനെയാണ് നടക്കാനായിട്ട് പോകുന്നത്, ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയാകുന്നു സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയും വ്യക്തമാക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. 51-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ശമരിയ നഗരത്തിൽ കർത്താവിനെ സ്വീകരണം ലഭിക്കുന്നില്ല, കർത്താവിനെ അവിടെ സ്വീകരിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. 53-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഇതാ ഗലീലയിൽ നിന്ന് ഇനി യെരുശലേമിലേക്കുള്ള ഒരു യാത്രയിലേക്കാകുന്നു കർത്താവ് പോകുന്നത് എന്ന് കാണാൻ പറ്റുന്നു. 57 മുതലുള്ള വാക്യത്തിൽ അവിടെ കർത്താവ് ഒരു ശിഷ്യൻ ആകുന്നതായിട്ടുള്ള സമയത്ത് ഒരു ശിഷ്യന് നേരിടേണ്ടതായിട്ടുള്ള ചാലഞ്ചസ് എന്താണ്, ഈ ശുശ്രൂഷയിൽ വന്നു ചേരുമ്പോൾ, ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് വരുന്നതായിട്ടുള്ള ആളുകളുടെ മുൻപിൽ ഉള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്ന് ഒന്നും കൂടെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. ഈ ഒരു പശ്ചാത്തലം കഴിയുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ വായിച്ച് ഈ 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധ്യമായി തീരുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം ഇറ്റ് ഇസ് നോൺ ആസ് എ ഗോസ്പൽ ഓഫ് ആക്ഷൻ. കർത്താവ് 4-ാം അധ്യായം തൊട്ട് അങ്ങോട്ട് മുൻപോട്ട് നമ്മൾ കാണുന്നത് എല്ലാം കർത്താവിൻ്റെ ഒരു ആക്ഷനാണ്. പിന്നെ മൊത്തം പ്രവർത്തനങ്ങളാണ്, ശുശ്രൂഷകളാണ്, സൗഖ്യദായ ശുശ്രൂഷകൾ, അത്തരത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നത്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ 2 സെൻഡിങ് ഔട്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. 9-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ കർത്താവ് 12 ശിഷ്യന്മാരെ വിടുന്നതായിട്ടുള്ള ആ ഒരു അനുഭവം വീണ്ടും വിശുദ്ധ ലൂക്കോസ് ഏവൻഗേലിസ്തൻ രേഖപ്പെടുത്തുമ്പോൾ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടതിൻ്റെ അകത്ത് ഇതാ 70, ചിലയിടത്ത് 72 പേരെ അയക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. ഇന്ന് സഭ പാർട്ടിസിപ്പേഷൻ ഇൻ ഡിവൈൻ മിഷൻ, ദൈവിക ദൗത്യത്തിൽ പങ്കുചേരൽ എന്ന വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുകയാകുന്നല്ലോ. ദൈവിക പദ്ധതി അല്ലെങ്കിൽ ദൈവിക ദൗത്യം, ഡിവൈൻ മിഷൻ, ഒരു പക്ഷെങ്കിൽ വ്യത്യസ്തമായ ഒരു ഡെഫിനിഷൻസ് നമുക്ക് ഇതിന് കൊടുക്കാനായിട്ട് സാധ്യമായി തീരും. എന്നാൽ ഞാനൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ലളിതമായി എന്നെ സംബന്ധിച്ചിടത്തോളം എന്താകുന്നു ഡിവൈൻ മിഷൻ എന്ന് ചോദിച്ചാൽ, ദ ഡിവൈൻ മിഷൻ ഇസ് ദാറ്റ് വിച്ച് യു ആർ മെന്റ് ടു ഡു ഓൺ ദിസ് എർത്ത്. എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ചിലതൊക്കെയും ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ നടത്തി തീർക്കണം എന്ന്. ആ പദ്ധതികൾ പൂർത്തിയാക്കുമ്പോൾ തന്നെ ദൈവികമായ ദൗത്യം നമ്മൾ ഇവിടെ പൂർത്തിയാക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയും അത്തരത്തിൽ ഞാൻ അതിനെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ചില സങ്കല്പങ്ങളുണ്ട്, ചില ഉദ്ദേശങ്ങളുണ്ട്, ചില കാര്യങ്ങൾ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, അത് ചെയ്യാനായിട്ട് ഇടയായി തീരുന്നുണ്ടോ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ചോയ്സസ് ദാറ്റ് വി മേക്ക്. ഞാൻ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള ചില തിരഞ്ഞെടുപ്പുകളാണ് അത് എനിക്ക് പൂർത്തിയാക്കാനായിട്ട് സാധ്യമായി തീരുന്നുണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യത്തിലേക്ക് നമ്മളെ വീണ്ടും എത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. ഇന്ന് ഈ ഒരു ഭാഗമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ സമയത്തിൻ്റെ കുറവ് ഉള്ളതുകൊണ്ട് തന്നെ അധികം ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ 3 ചെറിയ ചോദ്യങ്ങൾ ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുകയാണ്. ആ 3 ചോദ്യങ്ങൾ ഒരു പക്ഷെങ്കിൽ നമ്മൾ ഓരോരുത്തരോടുമുള്ള ചോദ്യങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ദൈവിക ദൗത്യത്തിൻ്റെ ഭാഗവാഹകകൾ ആയി തീരുവാൻ തക്കോണം നമുക്ക് ഇടയായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 3 ചോദ്യങ്ങൾ, ആ 3 ചോദ്യങ്ങൾ നൽകുമ്പോൾ തന്നെ അതിനുള്ള ഉത്തരവും ഈ വേദഭാഗത്ത് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തീരുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ദൈവിക ദൗത്യത്തിൻ്റെ പങ്കുചേരൽ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ചോദ്യം എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നത്, ക്യാൻ ഐ ബി എ പാർട്ട് ഓഫ് ദിസ് മിഷൻ?
ഞാൻ ഈ മിഷൻ്റെ ഒരു ഭാഗം ആയി തീരുവാൻ തക്കോണം എനിക്ക് യോഗ്യതയുണ്ടോ, എനിക്ക് അതിനുള്ള പ്രാപ്തിയുണ്ടോ, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യം എൻ്റെ മുൻപിൽ നിലനിൽക്കുകയാണ്. അങ്ങനെ ഉള്ള ഒരു ചോദ്യത്തിന് ഈ വേദഭാഗം നൽകി തരുന്ന ഒരു ഉത്തരമാണ് യെസ്, യു ആർ വാല്യുബിൾ, ഐ ആം വാല്യുബിൾ, വി ഓൾ ആർ വാല്യുബിൾ. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യം ദൈവിക പദ്ധതി, ഈ ദൈവിക ദൗത്യം പൂർണ്ണമാക്കുന്നതിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം, നമ്മുടെ ഓരോരുത്തരുടെ ഒരു 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 ഒരുമിച്ചുള്ളതായിട്ടുള്ള പ്രവർത്തനം വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മൂല്യമുള്ളവരാണ്, നമ്മൾ വാല്യുബിളാണ് എന്ന് ഈ വേദഭാഗം നമ്മളോട് പറയുകയാണ്. രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. The harvest is plentiful, but the workers is flee. ഒരു പക്ഷെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു ബിസിനസ്സിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കമോഡിറ്റി എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇറ്റ്സ് പീപ്പിൾ, ഇറ്റ്സ് എംപ്ലോയീസ്, ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ഇതാകുന്നു ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കമോഡിറ്റി. അത് ഏത് ബിസിനസ് എടുത്തു നോക്കിയാലും ആ ബിസിനസ്സിൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കമോഡിറ്റി ഇതാണ്. ഒരു പക്ഷേങ്കിൽ ബിസിനസ് എന്ന രീതിയിൽ ഞാൻ ഇതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേങ്കിൽ കർത്താവ് ഇത് പറയുമ്പോൾ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഈ പദ്ധതി, എൻ്റെ ഈ ബിസിനസ് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരാത്തിടത്തോളം കാലം, നിങ്ങൾ ഇതിൽ പങ്കുചേരാത്തിടത്തോളം കാലം ഈ ഒരു പദ്ധതി, ഈ ഒരു മിഷൻ പൂർത്തീകരിക്കാൻ തക്കോണം സാധ്യമായി തീരത്തില്ല. കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ഇമേജറി തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ കർത്താവിൻ്റെ ശക്തിയാൽ വേണമെങ്കിൽ കർത്താവിന് ഈ പറയുന്നതായിട്ടുള്ള വീറ്റും ഫ്രൂട്ടും മാജിക്കലി വേണമെങ്കിൽ കർത്താവിന് ഉണ്ടാക്കാം. പക്ഷെങ്കിൽ അത്തരത്തിലെ ഒരു പദ്ധതിക്കൊന്നും കർത്താവ് ഒരിക്കലും മുതിരുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് ഇടയായി തീരുന്നുണ്ട്. ഗോഡ് ഓൾവേസ് ലൈക്സ് ടു യൂസ് ഹിസ് ക്രിയേഷൻ ടു ഡു ഹിസ് വർക്ക്. തൻ്റെ സൃഷ്ടി ഈ ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ട് ഈ തൻ്റെ ദൗത്യം, തൻ്റെ ശുശ്രൂഷകൾ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ആദ്യം മുതൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നു. ആൻഡ് ഫോർ ദാറ്റ് he uses normal people in their everyday lives to produce a great harvest. സാധാരണക്കാരായ ജനം, സാധാരണക്കാരായ ആളുകൾ അവരെ അവരുടെ എല്ലാ ദിവസത്തിൻ്റെ ദൗത്യങ്ങളിലും ജീവിത അനുഭവങ്ങളിലും എടുത്ത് ഉപയോഗിച്ച് ഒരു വലിയ വിളവ് ഉണ്ടാക്കും, ഒരു വലിയ ഹാർവസ്റ്റിന് വേണ്ടിയിട്ട് കർത്താവ് ഇവിടെ ഒരുക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് ഇടയായിത്തീരും. ഒരു പക്ഷെങ്കിൽ ചിലരെങ്കിലും ഒരു പക്ഷെങ്കിൽ മനസ്സിൽ ചിലപ്പോഴെങ്കിലും ഒക്കെ തോന്നിക്കാണും, അതായത് ഒരു അച്ഛൻ്റെ അത്രയും വാല്യൂബിൾ അല്ലല്ലോ ഞങ്ങൾ സുവിശേഷം പറയുന്നതിൽ, ഒരച്ഛൻ്റെ അത്രയും ഞങ്ങൾക്ക് അത്രത്തോളം ചെയ്യാനായിട്ട് സാധ്യമായി തീരത്തില്ലല്ലോ എന്ന് ചിലപ്പം ചോദിക്കും ഒരു അച്ഛൻ, ഒരു സുവിശേഷകൻ, അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം മിനിസ്ട്രിയിൽ ആയിരിക്കുന്നതായിട്ടുള്ള ആൾ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ എല്ലാവരെയും ആക്കിയിരിക്കുന്നതായിട്ടുള്ള ഇടങ്ങളിൽ ഐ ക്യാൻ വെരി മച്ച് ബി എ പാർട്ട്ണർ ഇൻ ദിസ് മിഷൻ. എവ്രി ഹാർവെസ്റ്റ് വർക്കർ ഇസ് വാല്യൂബിൾ. എല്ലാവരും വളരെയധികം വാല്യൂബിൾ ആണ്. എല്ലാവരെയും കൊണ്ടും കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട് എന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് വെദർ യു ആർ ഇൻ ഫുൾ ടൈം ചർച്ച് മിനിസ്ട്രി or whether you are in full time everyday ministry, wherever you are placed, wherever you are, be reminded that we are valuable and God needs us. അതുകൊണ്ട് എനിക്ക് ഈ ദൗത്യത്തിൽ പങ്കുചേരാൻ പറ്റുമോ? തീർച്ചയായിട്ടും പങ്കുചേരാൻ പറ്റും. ദൈവം അത് ആഗ്രഹിക്കുന്നുമുണ്ട്. ബിക്കോസ് യു ആർ വാല്യുബിൾ. വിലയുള്ളതാകുന്നു നമ്മൾ. കർത്താവിൻ്റെ ഈ പദ്ധതി പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ വിലയേറിയതായിട്ടുള്ള ഈ നമ്മൾ കർത്താവിന് ഈ പദ്ധതിയുമായിട്ട് ചേർന്ന് പോയെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. രണ്ടാമത്തെ ഒരു ചോദ്യമാണ്, ഹൗ ഷുഡ് ഐ ഡു ദിസ് മിഷൻ? ഈ ഞാൻ വാല്യുബിൾ ആണ് എന്നെനിക്ക് മനസ്സിലായി കഴിയുമ്പോൾ ഈ മിഷൻ, ഈ ദൗത്യം, ഈ പദ്ധതി ഞാൻ എങ്ങനെ ചെയ്യണം? അതിന് ഇവിടെ പറയുന്നത്, ടു ഡു ദിസ് മിഷൻ പാർട്ട്ണർഷിപ്പ് ഈസ് നീഡഡ്. അതായത് തനിയെ ഒരു പക്ഷെങ്കിൽ ഈ മിഷൻ പൂർത്തീകരിക്കാനോ ചെയ്യാനായിട്ടോ നമുക്കാർക്കും സാധ്യമായി തീരത്തില്ല. അതുകൊണ്ട് തന്നെ ഈ മിഷൻ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് വളരെയധികം അത്യാവശ്യമാണ്. ഇവിടെ രണ്ടാമത്തെ വാക്യത്തിൻ്റെ അകത്ത് മുൻപോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ. തൻ്റെ കൊയ്ത്തിൻ്റെ വേലക്കാരനോട്, യജമാനനോട് അപേക്ഷിപ്പിൻ. രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ ആവശ്യം. ഒന്നാമത് ഇവിടെ പറയുകയാണ്, യു നീഡ് ടു ആസ്ക്, യു നീഡ് ടു പ്രേ. അപേക്ഷിപ്പിൻ എന്ന് പറയുന്ന വാക്ക് ഇവിടെ പറയുമ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. സാധാരണ നമ്മളുടെ ഒരു ഹ്യൂമൻ റെസ്പോൺസ്, ഒരു ആവശ്യം വരുമ്പോൾ, ഒരു 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 സാഹചര്യം നമ്മുടെ മുൻപിൽ വരുമ്പോൾ, ഒരാവശ്യം വരുമ്പോൾ എന്താണ് നമ്മുടെ പെട്ടെന്നുള്ള ഒരു ഹ്യൂമൻ നീഡ് എന്ന് ചോദിച്ചാൽ ടു ഡു സംതിങ്, അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുക എന്നാണ്.
പക്ഷേങ്കിൽ ഇവിടെ പറയുന്നത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ടു ഡു ഈസ് ആസ്ക്. ചോദിക്കുക, ദൈവത്തോട് ചോദിക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക. വി നീഡ് ടു ബി ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ഹിം. അവനോടൊപ്പം ചേർന്ന് മാത്രമേ ഈ ശുശ്രൂഷ പൂർണ്ണമാകത്തുള്ളൂ. അവൻ്റെ ആ ഒരു ശക്തിയും ആ ഒരു ആലോചനയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ശുശ്രൂഷ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. വളരെ ബാലിശികമാണ് എന്ന് പറഞ്ഞാൽ പോലും, ഒരു പക്ഷെങ്കിൽ സൺഡേ സ്കൂൾ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങളോടെല്ലാം നമ്മൾ പറയുന്നുണ്ട്, പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ, ദൈവമേ ഇതാ എൻ്റെ ദിവസം ആരംഭിക്കുന്നു, ഇന്ന് എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, നീ അവിടുന്ന് എന്നെ വെളിപ്പെടുത്തി തരണമേ, നീ എന്നോട് പറഞ്ഞു തരണമേ, ഇതെല്ലാം ചെയ്യുവാൻ തക്കോണമുള്ള ഒരു കൃപ നീ എനിക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കണം എന്ന് ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയുമെങ്കിലും, ഒരു പക്ഷെങ്കിൽ പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ തിരക്കേറിയ ജീവിത അനുഭവത്തിൻ്റെ മധ്യയിൽ പലപ്പോഴും എല്ലാം നമ്മൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും പലപ്പോഴും ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പാണ്. രണ്ടാമത്തെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് വിത്ത് ദി ഫെലോ ബിലീവേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളതായിട്ടുള്ള ആളുകൾ. ഈരണ്ടായിട്ട് അയച്ചു എന്നാണ് ഒന്നാമത്തെ വാക്യം പറയുന്നത്. കർത്താവ് വേറെ 70 പേരെ നിയമിച്ച് താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലങ്ങളിലേക്കും അവരെ തനിക്ക് മുൻപായി ഈരണ്ടായി അയച്ചു. 2 by 2. എന്തുകൊണ്ട് അങ്ങനെ അയച്ചു? ഒന്നായിട്ട് അയച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ 70 സ്ഥലങ്ങളിൽ പോകാൻ പറ്റുമായിരുന്നു. ഈരണ്ടായിട്ട് അയച്ചതുകൊണ്ട് 35 സ്ഥലങ്ങളിൽ മാത്രമേ ഇത് പോകാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. പക്ഷെങ്കിൽ അവിടെ പറയുകയാണ്, യു ആർ നോട്ട് ടു ഡു ദിസ് മിനിസ്ട്രി അലോൺ. തനികെ ഒരു ശുശ്രൂഷയും ഇല്ല. ഒരു പക്ഷെങ്കിൽ ഒരു ഇടവകയുടെ പട്ടക്കാരൻ ഒരിക്കലും ചിന്തിക്കാനായിട്ട് പാടില്ല, അതായത് ഞാൻ കാരണമാണ് ഇതെല്ലാം നടന്നത്. നോ, നെവർ. അങ്ങനെ തനിക്ക് ഒരു ശുശ്രൂഷയും ഇല്ല. ഒരു ഭവനവും നന്നായി പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരു ഭവനം നന്നായിട്ട് പോകത്തില്ല. അതിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കൂട്ടായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു ഭവനവും മുൻപോട്ട് പോകാനായിട്ട് ഇടയായി തീരത്തുള്ളൂ. അതുകൊണ്ട് ദൈവിക ദൗത്യം ഇവിടെ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് വളരെയധികം അത്യാവശ്യമാണ്. 2 രീതിയിലാണ് പറയുന്നത്. ഒന്ന്, ദൈവവുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് നമുക്ക് നിരന്തരം ഉണ്ടായിരിക്കണം. 2, ഈ പറയുന്നതായിട്ടുള്ള നമ്മുടെ ഫെലോ ബിലീവേഴ്സും നമ്മുടെ കൂടെയുള്ള ആളുകളുമായിട്ടും പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കണം. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് പലതും എൻ്റെ കൂടെയുള്ള ആൾക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അവിടെയാണ് ഈ പറയുന്നതായിട്ടുള്ള പ്രവർത്തനം കുറച്ചും കൂടെ മെച്ചമായി തീരുന്നത്, കുറച്ചും കൂടെ ബെറ്ററായി തീരുന്നത്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമുക്കെല്ലാവർക്കുമുള്ള ഒരു വലിയ ഒരു പരാജയമാണ്, നമുക്ക് 1 man ഷോ കളിക്കാനാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടം. ടീം വർക്ക് നമുക്ക് അത്രത്തോളം താല്പര്യപ്പെടുന്നില്ല. കാരണം ടീം വർക്ക് ആകുമ്പോൾ അവൻ്റെ സ്വഭാവമനുസരിച്ച് അവളുടെ സ്വഭാവമനുസരിച്ച് ചിലതൊക്കെയും ഞാനും മാറ്റേണ്ടതായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. ആ മാറ്റുവാൻ തക്കോണം നമ്മൾ അങ്ങോട്ട് അത്രമാത്രം റെഡിയല്ല. എന്നാൽ ദൈവിക ദൗത്യം ഇവിടെ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 പാർട്ട്ണർഷിപ്പും വളരെയധികം അത്യാവശ്യമാണ് എന്ന് കർത്താവ് പറയുകയാണ്. മൂന്നാമതായിട്ടുള്ള ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ വരുന്നു. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ റിക്വയർമെൻറ്റ് ഫോർ ദിസ് മിഷൻ? ഒന്ന്, ക്യാൻ ഐ ബി എ പാർട്ട് ഓഫ് ദിസ് മിഷൻ? അവിടെ പറയുന്നു, യെസ്, യു ആർ വാല്യുബിൾ. ഹൗ ഷുഡ് ഐ ഡു ദിസ് മിഷൻ? ഈ ദൗത്യം ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അവിടെ നമുക്ക് ഉത്തരം നൽകുന്നു, ഫോർ ദിസ് മിഷൻ ടു ബി കംപ്ലീറ്റഡ്, ടു ബി ഡൺ, എ പാർട്ട്ണർഷിപ്പ് ഈസ് റിക്വയർഡ്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ റിക്വയർമെൻറ്റ് ഫോർ ദിസ് മിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, കോൾഡ് ടു ബി ക്രൂസിഫൈഡ്. ഈ ഒരു ആശയം കൊസുക്കെ കൊയാമ എന്ന് പറയുന്ന ജാപ്പനീസ് തിയോളജിയൻ്റെ ഒരു ലേഖനത്തിൽ നിന്നാണ് ഞാൻ കടം എടുത്തിരിക്കുന്നത്. കോൾഡ് ടു ബി ക്രൂസിഫൈഡ്. കൊസുക്കെ കൊയാമ ഒരു ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ തിയോളജിയനാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസക്തമായ 2 പുസ്തകങ്ങളാണ് 3 Mile and Our God, നോ ഹാൻഡിൽ ഓൺ ദ ക്രോസ് എന്ന് പറയുന്ന പുസ്തകങ്ങൾ. ചിലരെങ്കിലും അത് വായിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൊസുക്കെ കൊയാമ ഈ പദ്ധതി പറയുമ്പോൾ കൊസുക്കെ കൊയാമ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, കൊസുക്കെ കൊയാമ വെസ്റ്റേൺ ആളുകളെ അല്ലെങ്കിൽ അവരുടെ ഒരു മിഷനോടുള്ള ഒരു കാഴ്ചപ്പാടിനോട് ഒരു കൗണ്ടർ ആയിട്ടാണ് കൊസുക്കെ കൊയാമ ഇത് ഇവിടെ പറയുന്നത്. കൊസുക്കെ കൊയാമ പറയുന്നത്, അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ഇന്ന് നമ്മൾ ഗോസ്പൽ കൊടുക്കാൻ പോകുന്നത് ഈസ് വിത്ത് എ ക്രൂസേഡിങ് മൈൻഡ് ആൻഡ് നോട്ട് വിത്ത് എ ക്രൂസിഫൈഡ് മൈൻഡ്. ക്രൂസേഡിങ് മൈൻഡ് ആൻഡ് നോട്ട് വിത്ത് എ ക്രൂസിഫൈഡ് മൈൻഡ്. എന്താകുന്നു ഈ ക്രൂസേഡിങ് മൈൻഡ്? എന്താകുന്നു ഈ ക്രൂസിഫൈഡ് മൈൻഡ്? അത് നമ്മൾ മനസ്സിലാക്കണം. ക്രൂസേഡിങ് മൈൻഡ് അല്ല നമുക്ക് ആവശ്യം, ക്രൂസിഫൈഡ് മൈൻഡാണ് എന്നാണ് കൊസുക്കെ കൊയാമ പറയുന്നത്. എന്താണ് ഈ ക്രൂസിഫൈഡ് മൈൻഡ്?
ക്രൂസിഫൈഡ് മൈൻഡ് ഇസ് ബേസ്ഡ് ഓൺ ക്രൈസ്റ്റ് സെൽഫ് ഡിനയൽ. കർത്താവ് തന്നെത്താനെ ത്യജിച്ച് എങ്ങനെയാണോ ഈ ലോകത്തിൽ വന്ന് ദൗത്യം പൂർത്തീകരിച്ചത്, അതുപോലെ ആയിരിക്കണം ദൈവിക ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ അത്തരത്തിൽ ഞാൻ ഇവിടെ ആയിത്തീരണം. കർത്താവിൻ്റെ ഈ ക്രൂസിഫൈഡ് മൈൻഡ് എന്താകുന്നു? ഇറ്റ് ഡസ് നോട്ട് സീക്ക് പ്രോഫിറ്റ് ഫോർ ഇറ്റ് സെൽഫ്. തനിക്ക് വേണ്ടിയിട്ട് ഒന്നും നേടാനോ തനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യം വേണം. മൂന്നാമതായിട്ട്, ദ കൺസേൺ ഷുഡ് ബി ദ പ്രോബ്ലം ഓഫ് പീപ്പിൾ. ജനത്തിൻ്റെ ആവശ്യം എന്താണ്, ജനത്തിന് ഇപ്പോൾ എന്താണ് അത്യാവശ്യം, അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ. ക്രൂസേഡിങ് മൈൻഡിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണ്? എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ സബ്ഡ്യൂ ചെയ്യുവാനും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആഗ്രഹവും താല്പര്യവും ക്രൂസേഡുകൾ കൊണ്ട് ക്രൂസേഡിങ് മൈൻഡിനുമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ നമ്മുടെ ദൗത്യ നിർവഹണങ്ങൾ അത്തരത്തിലെ ഒരു ക്രൂസേഡിങ് മൈൻഡോടുകൂടി നമ്മൾ ഈ ദൗത്യ നിർവഹണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുമ്പോൾ അവിടെ കൊസുക്കെ കൊയാമ വളരെ ബ്യൂട്ടിഫുള്ളി പറയുകയാണ്, അത്തരത്തിലെ ഒരു ക്രൂസേഡിങ് മൈൻഡ് അല്ല ആവശ്യം. ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ എടുത്തു നോക്കിയാൽ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ എടുത്തു നോക്കിയാൽ അവിടെ കാണാനായിട്ട് ഇടയായിത്തീരുന്ന ഒറ്റക്കാര്യമാണ്, ഇറ്റ് വാസ് എ ക്രൂസിഫൈഡ് മൈൻഡ്. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. കോൾഡ് ഡിവൈൻ പാർട്ടിസിപ്പേഷൻ ഫോർ മിഷൻ. ദൈവത്തിൻ്റെ ഈ ദൗത്യ നിർവഹണത്തിൽ നമ്മുടെ ഒരു പങ്ക്. ആ പങ്ക് ചേരണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു ചോദ്യമാണ്, എനിക്ക് ഇത് സാധ്യമായി തീരുമോ? ഈസ് ഇറ്റ് പോസിബിൾ ഫോർ മീ? പറ്റും എന്ന് പറയുകയാണ്. നിനക്കേ പറ്റൂ, നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുകയാണ്. ബിക്കോസ് ദി ഹാർവെസ്റ്റ് ഇസ് പ്ലെൻറ്റി. കൊയ്ത്ത് വളരെയാണുള്ളത്, എന്നാൽ പോകാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ വളരെ ചുരുക്കമാണ് എന്ന് പറയുകയാണ്. എങ്ങനെ ഞാൻ ഈ മിഷൻ ചെയ്യും? എന്ത് ഞാൻ മിഷന് വേണ്ടിയിട്ട് ചെയ്യണം? അവിടെ പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഇസ് റിക്വയർഡ്. ദൈവവുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പും കൂടെ ഉള്ളതായിട്ടുള്ള വിശ്വാസ സമൂഹമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, അങ്ങനെ ചേർന്ന് പോയെങ്കിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. മൂന്നാമതായിട്ട്, എന്താണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള റിക്വയർമെൻറ്റ്? അവിടെ പറയുന്നത് കോൾ ടു ബി ക്രൂസിഫൈഡ്. ഇവിടെ പറയുന്നുണ്ടല്ലോ, ചെന്നായ്കളുടെ ഇടയിൽ ആടിനെ പോലെ. താഴോട്ട് പറയുന്നുണ്ട്, ഒന്നും കൊണ്ടുപോകണ്ട. അവിടെ എല്ലാം ആ ക്രൂസിഫൈഡ് മൈൻഡ് നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. യു ആർ നോട്ട് ഗോയിങ് ടു ഫൈറ്റ് എ ബാറ്റിൽ. ക്രൂസൈഡിന് പോകുകയല്ല. ചെന്നായി ആകുമ്പോൾ ഇതാ സിംഹമായി അതിനെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. ചെന്നായുടെ ഇടയിൽ ഇതാ ആടുകളെ പോലെ തന്നെയാണ് നമ്മളെ അയച്ചിരിക്കുന്നത്. അങ്ങനെ ആടിനെ പോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ ക്രൂസിഫൈഡ് മൈൻഡ് എനിക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ചെയ്യുവാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ദൗത്യ നിർവഹണങ്ങളെ നമുക്കൊന്ന് ഓർക്കാം. ഏത് താല്പര്യത്തോടു കൂടിയാണ് ഈ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് സ്വയം പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഈ 53 സംവത്സരങ്ങൾ ഇടവകയായിട്ട് നമുക്ക് നിലനിൽക്കുവാൻ തക്കോണം ത്രിയേക ദൈവം നമുക്ക് നൽകി തന്ന ഒരു വലിയ പദവി ഉള്ളപ്പോൾ, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമുക്ക് ഒട്ടനേക ഇടങ്ങളിൽ ഒരു പക്ഷെങ്കിൽ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന മിഷന് ഉപയോഗിക്കുന്ന 2 വാക്കാണ്. ഒന്ന് ഗോ, ഒന്ന് സെൻഡ്. ഒന്ന് നമ്മൾ തന്നെ പോകുക, എന്നാൽ നമുക്ക് പോകാൻ പറ്റാത്തതായിട്ടിടത്ത് നമുക്ക് ഉള്ളത് ചിലത് അയച്ചു കൊടുക്കുക. സെൻഡ് സോ ദാറ്റ് ദ മിഷൻ മേ ഫ്ലറിഷ്. നമുക്ക് എത്താൻ പറ്റാത്തതായിട്ടുള്ള ഇടത്ത് അവിടെ ചിലരെങ്കിലും ഉണ്ടെങ്കിൽ, ആ പദ്ധതികൾ, ആ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതാ അവരുടെ ആ ശുശ്രൂഷകൾക്ക് ഒരു തടസ്സവും വരാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുവാൻ തക്കോണം ദൈവം നൽകിയതിൽ നിന്ന് ചിലതൊക്കെയും മാറ്റിവെച്ച് ഇതാ നമുക്ക് കൊടുക്കുവാൻ തക്കോണം ഇടയായി തീരട്ടെ. കഴിഞ്ഞ 53 സംവത്സരങ്ങളും ഞാൻ വിശ്വസിക്കുന്നു ദുബൈ മാർത്തോമ ഇടവയ്ക്ക് ആ വലിയൊരു പാരമ്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനേകർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. അനേകം മിഷൻ ഫീൽഡുകൾ വളർന്നു വരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് എന്നതിനും യാതൊരു സംശയവുമില്ല. ഇന്നും നമ്മുടെ മുൻപിൽ ആ ഒരു വലിയ കടമ്പയുണ്ട്. ഒറ്റനേക ആളുകൾ വളരെയധികം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായിരിക്കുമ്പോൾ, അത്രയും പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും വരാത്തവരുമുണ്ട് ഈ 1.5 വർഷക്കാലത്തിൽ. അങ്ങനെയെങ്കിൽ എനിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ദൗത്യം കൂടെ പറയുകയാണ്, സെൻഡ്. കുറച്ച് കൊടുക്കുക. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, എനിക്ക് അവിടെ പേഴ്സണലായിട്ട് എത്താൻ പറ്റുന്നില്ലെങ്കിൽ, എനിക്കുള്ളത് എന്തെങ്കിലും ഒന്ന് കൊടുക്കാനായിട്ട് എനിക്ക് സാധ്യമായി തീരുന്നുണ്ടോ? നമ്മുടെ ദൈവികമായ ഈ ശുശ്രൂഷ ദൈവത്തോടൊപ്പം ചേർന്ന് മുൻപോട്ടും നമുക്ക് ചെയ്യുവാൻ ഇടയായി തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വന്ന് പ്രാർത്ഥിപ്പാൻ നീ അവിടെ ഞങ്ങൾക്ക് നൽകിയ കൃപകൾക്കായിട്ട് സ്തോത്രം.
കർത്താവെ, നിൻ്റെ ദൗത്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് നീ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. വ്യത്യസ്ത ഇടങ്ങളിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നീ ഞങ്ങളെ ആക്കിയിരിക്കുകയാണ്. നിൻ്റെ ദൗത്യത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു എന്ന് ഉള്ള ഒരു തീരുമാനം വീണ്ടും എടുപ്പാൻ ഈ ഒരു ഞായറാഴ്ച, ഈ ഒരു വെള്ളിയാഴ്ച നീ അവിടുന്ന് ഞങ്ങൾക്ക് സഭയായിട്ട് വേർതിരിച്ച് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, മിഷൻ സൺഡേ ആയിട്ട് ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങൾ കൊണ്ടാടുമ്പോൾ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് അത് കർത്താവെ ധ്യാനിക്കുമ്പോൾ, ഈ മിഷനിൽ ഞങ്ങളും പങ്കുകാരാകുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യം ഞങ്ങൾക്ക് നൽകി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. നിൻ്റെ ഈ ശുശ്രൂഷ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒരു ക്രൂസൈഡിങ് മൈൻഡ് കൊണ്ടല്ല, എല്ലാത്തിൻ്റെ മേലും അധികാരവും എല്ലാത്തിനെയും അടിച്ച് അമർത്തി ഞങ്ങൾ ഏതാണ്ട് കുറച്ചും കൂടെ മെച്ചവും കുറച്ചും കൂടെ നല്ലതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ കർത്താവെ, ചെന്നായ്കളുടെ ഇടയിലാണ് നീ ഞങ്ങളെ ആക്കി തീർത്തിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടെ കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് യാഗമായ ആടായി എങ്ങനെയായിരുന്നോ കർത്താവെ നിന്നെ തന്നെ സമർപ്പിച്ചത്, അതേ മനോഭാവത്തോടുകൂടെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും നീ അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.